5 വർഷം മുൻപ് കനേഡിയൻ റോഡുകളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കാണുന്നത് സാധാരണമായിരുന്നുവെങ്കിൽ ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കുന്നു. 2025 ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണത്തിൽ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാനഡയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു ടെസ്ലയുടെ മോഡൽ വൈയും മോഡൽ 3യും. എന്നാൽ ടെസ്ല സിഇഒ ഇലോൺ മസ്കിനോടുള്ള ജനങ്ങളുടെ വെറുപ്പിനെ തുടർന്ന് കാനഡയിൽ ടെസ്ല ബ്രാൻഡിന്റെ ജനപ്രീതി അടുത്തിടെ കുറയുകയും ചെയ്തു. മാത്രമല്ല, വോക്സ് വാഗന്റെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ടെസ്ലയേക്കാൾ വില കുറവാണ് താനും. ടെസ്ലയുടെ മോഡൽ വൈക്ക് ഏകദേശം $64,000 മോഡൽ 3ക്ക് ഏകദേശം $68,000 വിലയെങ്കിൽ വോക്സ് വാഗന്റെ ID4ന് $49,000 ഫോർഡ് മസ്റ്റാങ് മാക് ഇക്ക് $55,690 വില. കനേഡിയൻസ് ഇലക്ട്രിക് വാഹനങ്ങൾ സ്വീകരിക്കാത്തതിന്റെ ഒരു പ്രധാന കാരണം ഉയർന്ന വില തന്നെയാണ്. ഹോണ്ട സിവിക്, ഫോർഡ് എസ്കേപ്പ്, നിസാൻ റോഗ് തുടങ്ങി ജനപ്രിയ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ വാഹനങ്ങൾക്ക് ഏകദേശം $30,000 മുതൽക്കാണ് വിലയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതുകൊണ്ട് തന്നെ കാനഡയിൽ ഇലക്ട്രിക് വാഹനത്തിന്റെ വിൽപ്പന കുത്തനെ ഇടിയുകയും ചെയ്തു.